الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ, റബ്ബ് നമ്മോട് കൽപ്പിച്ചാൽ, ആ കൽപ്പനയോട് ഒരു അടിമ എന്ന നിലക്ക് 7ഓളം ബാധ്യതകളുണ്ട് എന്ന് പറയുകയാണ്. അഥവാ മഹാനായ ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ അമറല്ലാഹുൽ അബ്ദ ബിഅംരിൻ, അല്ലാഹു അവന്റെ അടിമയോട് ഒരു കാര്യം കൽപ്പിച്ചാൽ, വജബ അലൈഹി ഫീഹി സബ്ഉ മറാത്തിബ്, 7 മർത്തബകൾ, 7 പടികൾ അവൻ പാലിക്കേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൗഹീദ് കൊണ്ട് കൽപ്പിക്കുന്നു, സുന്നത്ത് കൊണ്ട് കൽപ്പിക്കുന്നു, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, സക്കാത്ത് കൊണ്ട് തുടങ്ങി നിരവധി കൽപ്പനകൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാവുന്നതാണ്. ഈ കൽപ്പനകളോട് നാം സ്വീകരിക്കേണ്ട നിലപാട് 7ഓളം നിലപാടുകളുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയോടൊരു കാര്യം കൽപ്പിച്ചാൽ, ഒന്നാമതായി ആ അടിമ അല്ലാഹു തആല കൽപ്പിച്ചതിനെ കുറിച്ച് പഠിക്കണം. അൽ ഇൽമു ബിഹി എന്നാണ്, അത് അവന് പഠിക്കണം. എന്തിനെ കുറിച്ചാണ് അല്ലാഹു കൽപ്പിച്ചത്? തൗഹീദിനെ പറ്റിയാണോ? എങ്കിൽ തൗഹീദ് പഠിക്കണം. നിസ്കാരത്തെ കുറിച്ചാണോ? നിസ്കാരം പഠിക്കണം. നോമ്പിനെ കുറിച്ചാണോ? നോമ്പ് പഠിക്കണം. ഏതാണോ റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചത്? മാതാപിതാക്കളോടുള്ള ഹുഖൂഖുകളെ സംബന്ധിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. അഥവാ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കൽ അവന്റെ മേൽ ബാധ്യതയാണ്. അതാണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്ത്? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇൽമ് നേടുക എന്നത്, ഇൽമ് തേടുക എന്നത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധമായ ബാധ്യതയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ഇബാദത്തിന്റെ ഇനങ്ങളും വകുപ്പുകളും പാടുള്ളൂ എന്ന് അള്ളാഹു അടിമകളോട് കൽപ്പിച്ച കാര്യമാണ്. റബ്ബ് അവന്റെ അടിമകളുടെ മേൽ കൽപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജനതയോട് ആദ്യമായി ദഅവത്ത് നടത്തിയത്, ലോകത്ത് വന്ന നബിമാരൊക്കെ ദഅവത്ത് നടത്തിയത്, 1.25 ലക്ഷത്തോളം വരുന്ന നബിമാരുടെ ദഅവത്തിന്റെ മൗലികമായ വിഷയം അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ് അല്ലാഹു കൽപ്പിച്ചത്. അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം, മദീനയിലെത്തിയതിനു ശേഷവും അല്ലാഹു തആല മുഹമ്മദ് നബിയോട് കൽപ്പിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകയാൽ നബി, താങ്കൾ അറിയുക, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, ഇബാദത്തിന് അർഹനായി മറ്റാരും തന്നെയില്ല. എവിടുന്ന്? മക്കയിൽ നിന്നല്ല, മദീനയിലെത്തിയതിനു ശേഷം അല്ലാഹു കൽപ്പിക്കുകയാണ് തൗഹീദ് കൊണ്ട്. വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തൗഹീദ് നമ്മൾ പഠിക്കണം.
തൗഹീദ് പഠിക്കണം. എന്താണോ അല്ലാഹ് കൽപ്പിച്ചത്, നിസ്കാരത്തെ കുറിച്ചാണോ അത് പഠിക്കണം, നോമ്പിനെ കുറിച്ചാണോ അത് പഠിക്കണം. അൽ ഇൽമു ബിഹി, അത് നമ്മൾ പഠിക്കുന്നവരാകണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി നിരവധി കൽപ്പനകൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും. മുഅ്മിനുകളെ നമുക്ക് അതിനോട് ബാധ്യതയുണ്ട്, നമ്മളത് പഠിക്കുന്നവരാകണം. രണ്ടാമതായി ശൈഖ് പറയുന്നത്, അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ ഇഷ്ടപ്പെടാൻ ഒരു അടിമക്ക് കഴിയണമെന്ന അത്താനിയ മഹബ്ബതുഹു എന്നാണ്. അത് അവൻ ഇഷ്ടപ്പെടണം. എന്താണോ റബ്ബ് കൽപ്പിച്ചത്, തൗഹീദാണോ അത് ഇഷ്ടപ്പെടണം, നിസ്കാരമാണോ ഇഷ്ടപ്പെടണം, നോമ്പാണോ ഇഷ്ടപ്പെടണം, മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചാണോ അത് ഇഷ്ടപ്പെടണം, മനസ്സാവാച കർമ്മണ അത് ഇഷ്ടപ്പെടണം. പ്രസ്തുത കൽപ്പനയോട് ഒരിക്കലും അവന് നീരസമുണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്. അള്ളാഹ് കൽപ്പിച്ചതിനോട് ഇഷ്ടമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ഒരിക്കലും നിസ്കാരത്തോട് വെറുപ്പ് തോന്നരുത്, ഒരിക്കലും നിസ്കാരത്തോട് വെറുപ്പ് തോന്നരുത്. അത് ഇഷ്ടപ്പെടാൻ കഴിയണം. ഇപ്രകാരം നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളെ പോലെ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 45-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ക്ഷമയും നിസ്കാരവും വഴി നിങ്ങൾ അള്ളാഹുവോട് സഹായം തേടിക്കൊള്ളുക എന്നാണ്. ക്ഷമയും നിസ്കാരവും വഴി റബ്ബിനോട് സഹായം തേടണമെന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, വല്ലാത്ത വാക്കാണ്. എന്റെ കൺകുളിർമ എന്റെ മക്കളാണെന്നല്ല, ഇണകളാണെന്നല്ല. ഇണകളും മക്കളും കൺകുളിർമയാണ്. എന്നാൽ നബി പറയാണ്, എന്റെ കൺകുളിർമ നിസ്കാരത്തിലായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം നസായി 3940 നമ്പറായി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നിസ്കാരം കണ്ണിന് കുളിർമയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ആ ഇബാദത്തിനോട് ഹുബ്ബുണ്ടായിരുന്നു നബിക്ക്, ആ ഹുബ്ബുണ്ടായിരുന്നു സഹാബികൾക്ക്. എത്രത്തോളം ഈ ഇബാദത്ത് എത്ര കണ്ട് പ്രധാനമായതാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയവരാണവർ. അതുകൊണ്ട് തന്നെ അതിനോട് അവർക്ക് വല്ലാത്തൊരു ഹുബ്ബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണാം. അദ്ദേഹത്തെ തൊട്ട് ഹുദൈഫ റളിയല്ലാഹു പറയാണ്, നബിക്ക് ഇദാ ഹസബഹു അംറുൻ സല്ല, എന്തെങ്കിലും പ്രയാസകരമായ കാര്യമുണ്ടായാൽ അവിടുന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. പ്രശ്നങ്ങളെ തീർക്കുന്നത് റബ്ബിന്റെ മുന്നിലാണ്, റോട്ടിലല്ല, കൗൺസിലറുടെ മുന്നിലല്ല, സൈക്കാട്രിസ്റ്റിന്റെ മുന്നിലല്ല, ഏതെങ്കിലും മഹല്ല് കമ്മിറ്റിയുടെ മുന്നിലല്ല, പിന്നെ റബ്ബിന്റെ മുന്നിൽ പറയും. ഇവിടെ സുജൂദിലും ഖിയാമിലും റുകൂഇലുമായി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് മനപ്രയാസമുണ്ടായി, ശത്രുക്കളാൽ ആക്ഷേപങ്ങളുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല കൽപ്പിച്ചു, അങ്ങനെ വന്നാൽ താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ തസ്ബീഹ് നടത്തുകയും തഹ്മീദ് നടത്തുകയും വകും മിനസ് സാജിദീൻ, സുജൂദിലാകുന്നവരോടൊപ്പം സുജൂദിലാവുകയും ചെയ്യുക, അഥവാ താങ്കൾ നിസ്കരിക്കുക എന്നാണ്. നബിയോട് അള്ളാഹ് കൽപ്പിക്കുകയാണ്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പരിഹാരത്തിന് തേടിയിട്ടാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി ഹബ്റുൽ ഉമ്മ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു യാത്രയിലാണ്. നുഇ ഇലൈഹി അഖൂഹു ഫതമ്മ വഹുവ ഫീ സഫർ ഫഅൻ الطريق فأناخ فصلى ركعتين أطال فيهما الجلوس. എന്താണെന്നറിയോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിലാണ്. ആ യാത്രയിലായിരിക്കെ തന്റെ സഹോദരന്റെ മരണവാർത്ത അദ്ദേഹം അറിഞ്ഞു. തന്റെ കൂടപ്പിറപ്പ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ശേഷം അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയിൽ നിന്നൊന്ന് മാറി ഈ ബാധിച്ച മുസീബത്തിനെ പറ്റി ഒന്ന് ഓർത്തു നിന്നും. ആരാ മരിച്ചത്? കൂടപ്പിറപ്പാണ്, സഹോദരനാണ്. അതൊന്നും അങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചു. അവിടെ കുറെ നേരം ഇരുന്നിട്ട് ثم قام يمشي الى راحلته وهو يقول واستعينوا بالصبر والصلاه وانها لكبيره الا على الخاشعين. ശേഷം അദ്ദേഹം ആ വാഹനത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ഓതുകയാണെന്ത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമയും നിസ്കാരവും മുഖേന നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. സ്വന്തം കൂടപ്പിറപ്പിന്റെ മരണവാർത്തയിൽ അദ്ദേഹം സ്വീകരിച്ച
നിലപാട് ഒന്ന് ഇസ്തിർജാ ആണ്, രണ്ടാമത്തെ നിസ്കാരാണ്. ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം നിസ്കരിച്ചത്. മനസ്സുവല്ലാത്ത കുളിരുണ്ട് അദ്ദേഹത്തിന്, ഹുബ്ബുണ്ട് ഇബാദത്തുകളോട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിസ്കരിക്കണമെന്നത്, നമുക്കതിനോട് ഹുബ്ബുണ്ടാകണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം, അത് തൗഹീദാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഏതാകട്ടെ, ഇബാദത്തുകളിൽ ഏതുമാകട്ടെ, അത് ചെയ്യാനുള്ള ഉറച്ച തീരുമാനം ഒരു അടിമക്കുണ്ടായിരിക്കണം. അതാണ് ശൈഖ് പറഞ്ഞത്, അൽ അസ്മു അലൽ ഫിഅൽ, അത് പ്രവർത്തിക്കാൻ അവൻ തീരുമാനിക്കണം. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രശ്നബാധിത സമയത്തും, ഏത് സാഹചര്യത്തിലും അള്ളാഹു എന്നോട് കൽപ്പിച്ചതിൽ ഒരു കടുകണ വ്യത്യാസമില്ലാതെ ഞാനത് നിർവഹിക്കുമെന്ന ബോധം, അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നതിൽ ലവലേശം ഉദാസീനത, മടി, അലസത പാടില്ല എന്നാണ് മൂന്നാമതായി ശൈഖ് വ്യക്തമാക്കിയതാണ്. നാലാമത് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ അതെന്താണോ അത് പ്രവർത്തിക്കുക, ഒന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുക എന്നാണ് മൂന്നാമത്തത്. നാലാമത്തതോ അത് അമൽ ചെയ്യുക. അൽ അമൽ എന്താണോ പറഞ്ഞത്, തൗഹീദാണോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിനോടും ഞാൻ തേടില്ല, പ്രാർത്ഥിക്കില്ല, നേർച്ചയർപ്പിക്കില്ല, സത്യം ചെയ്യില്ല, ബലി സമർപ്പിക്കില്ല. കാരണം എന്താ, എന്റെ റബ്ബിനോട് കൽപ്പിച്ചതാണ്, ഞാനിത് അമലാക്കേണ്ടതുണ്ട്. എന്റെ റബ്ബിനോട് കൽപ്പിച്ചത് നിസ്കാരമാണോ, ഞാനത് അമലാക്കേണ്ടതുണ്ട്. നോമ്പാണോ, ഞാനത് അമലാക്കേണ്ടതുണ്ട്. എന്താണോ കൽപ്പിച്ചത് അത് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒരിക്കലും അത് പ്രവർത്തിക്കാതെ വിട്ടുകളയരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, എന്താണ് നബി പറഞ്ഞത്, അഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. അല്ലാഹുവിന്റെ അടുത്ത് നിനക്ക് ഉപകാരപ്പെടുന്നതിൽ നീ കഠിനമായി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. അല്ലാഹു അക്ബറു കബീറ. അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? ഇബാദത്തുകളാണ്. നിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ് എന്നതാണ്. അതുകൊണ്ട് നിന്റെ റബ്ബിങ്കൽ നിനക്ക് ഗുണകരമായത് അവൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അവന്റെ റസൂലിലൂടെ ലോകരെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. സ്വഹാബത്തും താബിഈങ്ങളും തബഉൽ തബഈങ്ങളും നാളിതുവരെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅ സ്വീകരിച്ച നിലപാടുകളാണ്. അതാകണം, അതിലാകണം നീ മുറുകെ പിടിക്കേണ്ടത്, അത് പരിശ്രമിക്കാനാകണം നീ കഠിനമായി ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. വല്ലാത്തൊരു വാക്കാണ് അള്ളാഹിനോട് സഹായം ചോദിക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ ഓതാറുള്ള ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനെ വിവരിക്കുന്നിടത്ത് ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എന്ത്? ഞങ്ങൾക്ക് നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങൾക്ക് സഹായം നൽകണമേ. അഥവാ 24 മണിക്കൂറും അല്ല, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നിനക്ക് ഇബാദത്തെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടി. ഇയ്യാക നഅ്ബുദു ആണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് പറയുന്നത് ഇയ്യാക നസ്തഈൻ. ആ ഇബാദത്ത് അനുഷ്ഠിക്കാൻ ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു. നിസ്കരിക്കാൻ നിന്റെ തൗഫീഖ് വേണം, നോമ്പ് നോൽക്കാൻ നിന്റെ തൗഫീഖ് വേണം, ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ നിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് നീ അത് നൽകണമേ എന്നതാണ് ഇയ്യാക നസ്തഈൻ. അത് തന്നെയാണ് ഇവിടെ വസ്തഈൻ ബില്ലാഹ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അഞ്ചാമതായി ശൈഖ് പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കൗനുഹു യഖഉ അലൽ മശ്റൂഇ ഖാലിസൻ സവാബൻ. ആ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടായിരിക്കണം. സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയുള്ളൂ. തൗഹീദില്ലാത്തവന്റെ ഇബാദത്തുകൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കാത്തവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടതില്ല. മാത്രമല്ല, അപ്രകാരം നിർവഹിക്കുന്ന ഏതൊരു സൽക്കർമ്മവും ഏതിൽ ഈ അമലുകൾ, ഈമാനോടുകൂടി ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൽ 2 നിബന്ധനകൾ ഒത്തുചേരേണ്ടതുണ്ട്. അതെന്താണ്? ഒന്നാമത്തത് അൽ ഇഖ്ലാസുൽ അമലി ലില്ലാഹി തആല, അല്ലാഹുവിന് മാത്രം ഖാലിസാക്കിക്കൊണ്ട് അമലുകൾ ചെയ്യലാണ്. ഈ ഇരുത്തം പോലും ഇഖ്ലാസോട് കൂടിയായിരിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.
അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. എന്താ ദലീൽ? വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. 98-ാം അധ്യായം സൂറത്തു അൽ ബയ്യിന 5-ാമത്തെ ആയത്തിൽ കാണാം. എന്താ പറഞ്ഞത്? وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. മാത്രമാക്കിക്കൊണ്ട് ഹുനഫാക്കളായ നിലയിൽ അവനെ ആരാധിക്കുവാനും നിസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് നൽകുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇഖ്ലാസ് ഉണ്ടാകണം, ഹനീഫിയത്ത് ഉണ്ടാകണം എന്നാണ്. എന്താണ് ഹനീഫിയത്ത്? മാഇലൻ അനിശ്ശിർക്കി ഖസ്ദൻ ഇല തൗഹീദ്. അതാണ് ഹനീഫ്. ശിർക്കിൽ നിന്ന് പരിപൂർണമായി മാറിയിട്ട് തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം എന്നാണ്. ഈമാൻ ഒപ്പം ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ അള്ളാഹുവിന് വേണ്ട. നിസ്കാരം, അതുപോലെ സക്കാത്ത്, ഇതൊക്കെ അള്ളാഹ് കൽപ്പിച്ചത് എങ്ങനെയാണ്? ഇഖ്ലാസോട് കൂടിയാകണമെന്നാണ്. മഹാനായ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗി ബിഹി വജ്ഹു. തീർച്ചയായും ഇഖ്ലാസോടെ, അഥവാ അള്ളാഹുവിങ്കൽ മാത്രം പ്രതീക്ഷിച്ച് അവന് മാത്രമാക്കിക്കൊണ്ട്, തനിച്ചാക്കിക്കൊണ്ട്, നിഷ്കളങ്കമായി, പ്യുവറായി അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വന്നിരിക്കുന്നത് പോലും റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകണമെന്നതാണ്. ഇഖ്ലാസ് ഉണ്ടാകണമെന്നതാണ്. അതല്ലേ ഇത് ഇബാദത്തുകളെ കുറിച്ച് പറയുമ്പോഴുള്ളത്. സ്വർഗം കിട്ടുന്ന പ്രവർത്തനമായി പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം. അത് പ്രത്യേകം പരാമർശിച്ചു വിശുദ്ധ ഖുർആനിൽ. അവരുടെ സിഫത്തുകൾ പറഞ്ഞു. അതിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കാണാം, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുക്കും. എന്നിട്ട് അവരുടെ നിലപാടെന്താ? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ആ ഭക്ഷണം അവനവന് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഭക്ഷണത്തിന് തീർത്തും ആവശ്യക്കാരനാണ്. എന്നിട്ടും ഞാൻ എന്നെ മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? അനാഥക്ക് വേണ്ടി, അഗതിക്ക് വേണ്ടി, തടവസുകാരനായ ജയിൽ പുള്ളിക്ക് വേണ്ടി, ബന്ധനസ്ഥന് വേണ്ടി. അങ്ങനെ അവരത് നൽകും. വിശ്വാസികളുടെ സിഫത്ത് പറയാണ്. അത് നൽകുമ്പോൾ അവര് പറഞ്ഞ വാക്കെന്താ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും, ഒരു നന്ദിയും അഥവാ ഒരു നന്ദി വാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നാണ്. 76-ാം അധ്യായം നമ്മൾ ഇന്ന് സുബ്ഹിക്ക് 2-ാമത്തെ റക്അത്തിൽ ഓതിയ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയ സൂറത്തുൽ ഇൻസാൻ 8-9 ആയത്തുകളാണ്. നോക്കൂ, ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങൾക്കും റബ്ബിന്റെ വജ്ഹ് മാത്രം, എങ്കിലേ അത് സ്വീകരിക്കപ്പെടൂ എന്നാണ്. 2-ാമത്തെ കാര്യം ഇത്തിബാ. നമുക്കറിയുന്ന കാര്യം. ഇനി ഇഖ്ലാസ് മാത്രം ഉണ്ടായതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ ഉപാധികളും നിബന്ധനകളും ഒക്കെ പാലിച്ചു ഒരാൾ, എന്നിട്ട് അയാൾ ഇബാദത്ത് ചെയ്തു. പക്ഷേ അയാൾ ചെയ്യുന്ന ഇബാദത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലെങ്കിൽ, നബിയുടെ വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമോ ഇല്ലെങ്കിൽ, അത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടൂല എന്നാണ്. അഥവാ ചെയ്യുന്നത് ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം പോരാ, ഇത്തിബാ കൂടി നിർബന്ധമാണ് എന്നർത്ഥം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്ത്? പ്രത്യേകിച്ച് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിസ്കരിക്കണം. നിസ്കാരത്തിലെ അടക്കവും ഒതുക്കവും റുകൂഉം സുജൂദും ഇഅ്തിദാലും ഇരുത്തവും, ആദ്യത്തെ അത്തഹിയ്യാത്തിലെ ഇരുത്തവും രണ്ടാമത്തെ അത്തഹിയ്യാത്തിലെ ഇരുത്തവും എല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ, എന്റെ ശരീരത്തിന് വഴങ്ങാത്തതുപോലെ എന്നല്ല, ഞാൻ അങ്ങനെ ശീലിച്ചു എന്നതുപോലെ എന്നല്ല, ഞാൻ പള്ളിക്കൽ വന്നപ്പോ മുന്നിൽ സൊഫിലിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്തതുപോലെ എന്നല്ല, അതിലെന്റെ വാപ്പുണ്ട്, വാപ്പ ചെയ്തതുപോലെ എന്നല്ല, എന്റെ റസൂല് ചെയ്തതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിലേ സ്വീകരിക്കൂ.
ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക. കാരണം ജാഹിലിയത്തിൽ ഹജ്ജുണ്ട്, മക്ക മുശ്രിക്കുകൾക്ക് ഹജ്ജുണ്ടായിരുന്നു. പക്ഷെ ഹജ്ജാകണമെങ്കിൽ ഇഖ്ലാസ് മാത്രം പോരാ, ഇത്തിബാഉ കൂടി പ്രധാനമാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞ വാക്ക് പ്രസിദ്ധമായത്. അദ്ദേഹത്തിന്റെ ജവാമിഉൽ കലിമിന്റെ ആശയസമ്പന്നതയുടെയും ആശയസമ്പുഷ്ടതയുടെയും ഉദാഹരണമായി പഠിപ്പിക്കുന്ന ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത അഥവാ മുഹമ്മദ് നബിയുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് കടത്തിക്കൂട്ടിയതാണ്, തള്ളണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ വളരെ വളരെ ഹൃദ്യമായി ഇഖ്ലാസോടെ ഇത്തിബാഓടുകൂടി കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ശൈഖ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആറാമതായി അദ്ദേഹം പറഞ്ഞത് അത്തഹ്ദീറു മിൻ ഫിഅലി മാ യുഹ്ബിതുഹു. അത് ഏത് അല്ലാഹു കൽപ്പിച്ചൊരു കാര്യം, അത് തൗഹീദാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, മാതാപിതാക്കളുടെ ബാധ്യതയാകട്ടെ, ഇണകളോടുള്ള ഹക്കാകട്ടെ, ആ കർമ്മങ്ങൾ അവൻ എന്ത് ചെയ്യണം? ഇഖ്ലാസോടെ ശരിയായ രീതിയിൽ നിർവഹിക്കണം. പറഞ്ഞല്ലോ, അത് കർമ്മങ്ങളെക്കാൾ പ്രയാസം അത് ജീവിതത്തിൽ, ക്ഷമിക്കണം, തഹ്ദീറു മിൻ ഫിഅലി മാ യുഹ്ബിതുഹു എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തിച്ച നന്മകളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി നമ്മിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതായത് ഞാൻ ചെയ്ത നിസ്കാരം ബാത്തിലാകരുത്, ഞാൻ ചെയ്ത നോമ്പ് ബാത്തിലാകരുത്, ഞാൻ ചെയ്ത സദഖ ബാത്തിലാകരുത്, ഞാൻ ചെയ്ത ഇബാദത്തുകളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അഥവാ എന്നിൽ നിന്ന് എന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണം. അത് നശിപ്പിക്കപ്പെടുന്ന, അതിനെ ഫസാദിലാക്കുന്ന, അതിനെ ബാത്തിലാക്കുന്ന മുബ്തിലാത്തുൽ അഅമാൽ അല്ലെങ്കിൽ മുഫ്സിദാത്തുൽ അഅമാൽ, ആ പ്രവൃത്തി എന്നിൽ വരാൻ പാടില്ല. ഇവിടെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയം എന്താ വെച്ചാൽ, പൂർവികരൊക്കെ പറഞ്ഞ കാര്യം, കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല പ്രധാനം, അല്ലെങ്കിൽ അതല്ല വിഷയം എന്നാണ്. ഇപ്പൊ നിസ്കരിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഈ പറഞ്ഞ രീതിയിലൊക്കെ നിസ്കരിക്കാം, അൽഹംദുലില്ലാഹ്, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. പക്ഷേ ആ നിസ്കാരം അത് നശിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കലാണ് വളരെ വലിയ വിഷയം, ഒരു പണിയാണ്. അതുകൊണ്ടല്ലേ എല്ലാ കർമ്മങ്ങളും പറയുമ്പോഴും അതിന്റെ റുക്നും ഷർത്തും ഫർളും സുന്നത്തും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അതിന്റെ ഫസാദാക്കുന്ന കാര്യങ്ങളും എന്ന് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ ഫസാദിലാകുന്ന പ്രവർത്തികളെ തൊട്ട് നമ്മൾ കരുതിയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സദഖ. അത് ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഒരാൾക്ക് പൈസ കൊടുക്കാൻ എളുപ്പമാണ്, നമ്മുടെ ഒരു വസ്ത്രം കൊടുക്കാൻ എളുപ്പമാണ്, ഭക്ഷണം കൊടുക്കാൻ എളുപ്പമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ അത് അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും മാത്രം ഉദ്ദേശിച്ച് നിർവഹിച്ച ഈ ഒരു കർമ്മം മറ്റുള്ളവരുടെ മുന്നിൽ പരസ്യമാകാതെ സൂക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. അത് ഉള്ളിലെ റിയാഉം സുംഅത്തും കടന്നു വരാതെ നിർവഹിക്കൽ വളരെ പ്രയാസമുള്ള കാര്യം നടത്തും. അത് സദഖ രഹസ്യമായിട്ട് കൊടുക്കുക, പരസ്യമായിട്ട് കൊടുക്കുക. അല്ലാഹുവിന്റെ ഖുർആനിലെ കൽപ്പനയാണ് സൂറത്ത് ബഖറയിൽ, പരസ്യമായിട്ട് കൊടുക്കുക, രഹസ്യമായിട്ട് കൊടുക്കാം. എന്നാൽ അതൊരിക്കലും നശിപ്പിക്കാതെ അത് നിലനിന്ന് കിട്ടാനുള്ള മാർഗങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സ്വീകരിച്ച കർമ്മങ്ങൾ തന്നെയും നമ്മുടേതായ ചില പ്രവർത്തനങ്ങളാൽ ബാത്തിലായി തീരാൻ സാധ്യതയുണ്ട്, നിഷ്ഫലമായി പോകും. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും അവയിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുകയും വേണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്കുണ്ടെന്നറിയോ? അമലുകൾ പ്രവർത്തിക്കുക എന്നതിലല്ല കാര്യം. അദ്ദേഹം പറയാണ്, അമലുകൾ പ്രവർത്തിക്കുന്നു എന്നതിൽ മാത്രമല്ല കാര്യം, പ്രത്യുത ആ അമലുകളെ നശിപ്പിക്കുന്ന നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്റെ അമലിനെ സംരക്ഷിക്കുക എന്നതാണ് കാര്യം. അതായത് എന്റെ നിസ്കാരം എന്റെ കൂടെ എന്റെ ആഖിറത്തിൽ രക്ഷക്കായി വരണം, അമലുകൾ രക്ഷക്ക് വരണം, ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുന്ന പ്രവൃത്തി ഉണ്ടാകരുത്. അങ്ങനെ പറയുമ്പോ വളരെ വലിയ വിശാലതയിലേക്ക് പോകാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, അമലുകൾ നിഷ്ഫലമാക്കുന്ന പ്രവൃത്തികളിൽ ഒന്നാമത്തത് എന്താണ്? അശ്ശിർക്കു ബില്ലാഹ് എന്നതാണ്. ഏത് അമലും ഫസാദിലാക്കുന്ന ഒരു കാര്യത്താണ് ശിർക്കാണ്. ആ ശിർക്കിന്റെ രണ്ടാമത്തത്, അതിന്റെ ചെറുത് റിയാഉമാണ്, സുംഅത്താണ്. അതുപോലെ പ്രസിദ്ധി, ലോകമാന്യം, അതുപോലെ ശിർക്ക്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. അതുപോലെ അള്ളാഹു ഹറാമാക്കിയത് പ്രവർത്തിക്കൽ പലപ്പോഴും അമലുകളെ ബാത്തിലാക്കുന്ന വിഷയമാണ്. അതുപോലെ
മറ്റുള്ളവരെ, മറ്റു മുഅ്മിനീങ്ങളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കൽ, അതെന്താണ്? അമലുകൾ ഫസാദിലാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനാദരിക്കൽ, അത് അമലുകൾ ബാത്തിലാക്കുന്ന പ്രവൃത്തിയാണ്. 5 നേരത്തെ നിസ്കാരത്തെ ഒഴിവാക്കൽ, ആ പണി ചെയ്തവന് അവന്റെ മറ്റു പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന വിഷയമാണ്. സാമൂഹിക പ്രവർത്തനത്തിൽ സജീവരാണ്. ആര് ചോദിച്ചാലും ആംബുലൻസ് വേണോ, ആംബുലൻസ്. വീടുണ്ടാക്കി കൊടുക്കണോ, വീടുണ്ടാക്കി കൊടുക്കും. കിണർ കുത്തണോ, കിണർ കുത്തും. ഏത് പണിക്കും അയാൾ ഉഷാറാണ്. പക്ഷേ അയാൾ നിസ്കരിക്കൂല. ഒരൊറ്റ കാരണത്താൽ അയാളുടെ ബാക്കി പ്രവർത്തനങ്ങൾ മുഴുവനും ബാത്തിലാകും. വല്ലാഹുൽ മുസ്തആൻ. അതേപോലെ ഞാനും നിങ്ങളും പേടിക്കേണ്ട ഒരു സംഗതിയാണ് പ്രിയമുള്ളവരെ, കടം ബാധ്യതയാക്കി മരണപ്പെടൽ. അല്ലാഹു തആല കാക്കട്ടെ. നാളെ പരലോകത്ത് ഷഹീദിനെ പോലും തടഞ്ഞു നിർത്തുന്ന വിഷയമാണത്. ഷഹീദിനെ പോലും തടഞ്ഞു നിർത്തുന്ന വിഷയം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ അമലുകൾ ഫസാദിലാക്കുന്ന കാര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് അമലുകൾ മുഫ്സിദാത്തിൽ പെടാതിരിക്കാൻ, അത് നശിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അത് സ്വീകരിക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യുകയും വേണം. അതാണ് ഏറ്റവും രസകരമായ ഹൃദ്യമായ ഒരു ഉദാഹരണം. കഅബാലയത്തെ പടുത്തുയർത്തിയ വേളയിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഏറ്റവും വലിയൊരു പണിയെടുത്ത് അള്ളാഹ് പറഞ്ഞ പണി, അള്ളാഹ് കൽപ്പിച്ചത് അവർ ചെയ്തു, ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്തു, അതിന്റെ ഒരു ന്യൂനതയുമില്ലാതെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് അവസാനം കയ്യും തട്ടിയിട്ട് പോകല്ല. പിന്നെയോ അല്ലാഹുവേ ഈ അമൽ നീ കബൂലാക്കണമേ. പ്രിയമുള്ളവർ, നമ്മൾ പ്രാർത്ഥിച്ചോ? വിശിഷ്യ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുക്കം നമുക്ക് അനിവാര്യമാണ്. ജാഗ്രത അനിവാര്യമാണ്. ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടണം. പൂർവികർ എങ്ങനെയായിരുന്നു എന്നാണ്. അവര് റമദാനിന്റെ 6 മാസം മുമ്പ് തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങും. വിശിഷ്യ ശഅബാനിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് 6 മാസക്കാലം ആ റമദാനിലെ വിശുദ്ധികൾ മുഴുവനും നശിപ്പിക്കാതെ തുടരാനുള്ള പരിശ്രമത്തിലുമായിരിക്കും അവർ. നമ്മളോ പ്രിയമുള്ളവരെ, ഒരുങ്ങിയോ, തയ്യാറാക്കിയോ, തിരുത്തേണ്ടത് തിരുത്തിയോ, ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചോ, നമ്മൾ ശരിക്കും പഠിച്ച് വൃത്തിയായി ഒരുങ്ങിയോ? അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, 7 കാര്യങ്ങളാണ് ഷെയ്ഖ് അവിടുത്തെ റിസാലയിൽ നമ്മോട് സൂചിപ്പിച്ചത്. അതിൽ 7ാമത്തെ കാര്യം അസ്സാബിഅ അസ്സബാതു അലൈഹി. അസ്സബാതു അലൈഹി, അതായത് അല്ലാഹു എന്താണോ കൽപ്പിച്ചത്, അത് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരാകാം, നോമ്പാകാം, ഹജ്ജാകാം, തൗഹീദാകാം, എന്താണോ നമ്മോടുള്ള കൽപ്പിച്ചത്, ആ കൽപ്പിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹു കൽപ്പിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതായത് പ്രിയമുള്ളവരെ, നമ്മൾ അനുഷ്ഠിച്ച പ്രവർത്തനം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രവർത്തനങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇസ്തിഖാമത്തുണ്ടാകണം. പ്രവർത്തിക്കുന്ന നന്മയും ഉപേക്ഷിക്കുന്ന തിന്മയും നന്മയാണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, വളരെ ഗൗരവത്തിൽ. നമ്മൾ പ്രവർത്തിക്കുന്ന നന്മന്റെ വജ്ഹ ആഗ്രഹിച്ച്, അവനെ ഭയന്ന്, അവനെ ആഗ്രഹിച്ച്, അവനെ സ്നേഹിച്ച് ഉപേക്ഷിച്ച തിന്മകളും നന്മയാണ്. അൽഹംദുലില്ലാ, നന്മയും നന്മയാണ്, ഉപേക്ഷിച്ച തിന്മയും നന്മയാണ്. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക, ഇസ്തിഖാമത്തുണ്ടാകുക. ഫസ്തഖിം കമാ ഉമിർത എന്നാണ് അല്ലാഹു പറഞ്ഞു. കൽപ്പിക്കപ്പെട്ടതുപോലെ നീ അതിൽ ഉറച്ചു നിൽക്കുന്ന, പ്രവർത്തിക്കുന്ന നന്മകൾ അത് നിത്യമാക്കാൻ പരിശ്രമിക്കുക. 5 വഖത്താണ്. ആ 5 വഖത്തും ജമാഅത്തായി തന്നെ തുടരുക. ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിക്കുക. അല്ലെങ്കിൽ ഒന്ന് നഷ്ടപ്പെടുത്തിയാൽ കുറച്ചായി അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ജീവിതം അതിന് സാക്ഷിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അമൽ അത് പതിവായി ചെയ്യാതെ ഒന്ന് പിന്നോക്കം നിന്നാൽ, തഹജ്ജുദാണെങ്കിൽ ഒരു ദിവസം വിട്ടാൽ ചിലപ്പോൾ 3 ദിവസം നമുക്ക് നഷ്ടപ്പെടും.
അതങ്ങനെയാണ്, ഏത് കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് അമലുകൾ നഷ്ടപ്പെടുത്താതെ ഉള്ളതിൽ തുടരാനെങ്കിലുമുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ്, സ്വഹാബത്തിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് പറയാണ്, നബിയോട് ചോദിക്കപ്പെട്ട സുഇല അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, നബിയെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്വമുഹു വഇൻ ഖല്ല, എത്ര കുറവാണെങ്കിലും സ്ഥിരമായി നിർവഹിക്കപ്പെടുന്ന അമലുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. സ്വഹീഹ് മുസ്ലിം 782 നമ്പർ ഹദീസ്. അതുപോലെ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6466 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സഅൽതു ഉമ്മുൽ മുഅ്മിനീന ആയിഷ ബിബിയോട് ചോദിക്കപ്പെട്ടു. അൽ-ഖമർ റളിയല്ലാഹു പറയാണ്, ഖുൽതു യാ ഉമ്മുൽ മുഅ്മിനീൻ, ഓ ഉമ്മുൽ മുഅ്മിനീൻ, കൈഫ കാന അമലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു? അപ്പോ അവിടുന്ന് പറയാണ്, കാന അമലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ കാന യഖുസ്സു ഷൈഅൻ മിനൽ അയ്യാമി? ഖാലതു ലാ, കാന അമലുഹു ദീമതൻ. ആയിഷ ബി പറഞ്ഞു, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സ്ഥിരമായി ഉള്ളതായിരുന്നു, എന്നും ചെയ്യുന്ന, എല്ലാ കാര്യവും എന്നും ചെയ്യുന്ന, എല്ലാ കാര്യവും എന്നും ചെയ്യും. അല്ലാഹു സഹായിക്കട്ടെ. അതുപോലെ വീണ്ടും കാണാം ഇമാം ബുഖാരിയുടെ 1970 നമ്പറിൽ, വഅഹബ്ബു സ്വലാത്തി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദൂഹിമ അലൈഹി വഇൻ ഖല്ലത് വകാന ഇദാ സ്വല്ല സ്വലാതൻ ദാവമ അലൈഹാ, പതിവായി അനുഷ്ഠിക്കാൻ സാധിക്കുന്ന നിസ്കാരം നിർവഹിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതും. അത് കുറച്ചാണെങ്കിലും ശരി, നബി ഒരു നിസ്കാരം തുടങ്ങി വെച്ചാൽ അത് പതിവാക്കാറുണ്ടോ? ഇവിടൊക്കെ തതവ്വുകളെ കുറിച്ചാണ്, ഐച്ഛികമായ നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തഹജ്ജുദ് ശീലമാക്കുക, വിത്തർ നിലനിർത്തുക, അതുപോലെ ളുഹ അത് നിലനിർത്തുക, ഓരോ വഖത്തിന്റെയും മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അത് നിലനിർത്തുക, നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, നിലനിർത്തുക. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. എത്രത്തോളം വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ ആ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്ത് ഹിജ്ർ 99-ാമത്തെ ആയത്ത്. അതുപോലെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഉപേക്ഷിച്ച തിന്മകൾ നമ്മൾ പൂർണ്ണമായും വെടിയണം. നോമ്പ് വന്നിട്ടല്ല, നോമ്പിന് മുമ്പേ ഉപേക്ഷിച്ച തിന്മകളെ പൂർണ്ണമായി വെടിയണം. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ആ തിന്മയിലേക്ക് നമ്മൾ പ്രവേശിക്കും. വല്ലാഹി ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രത്യേകിച്ച് എന്റെ മക്കളോട്, ചില ആളുകൾക്ക് അങ്ങനെയാണ് ആലോചിക്കുക, ഇന്ന് നന്നാകാൻ പറഞ്ഞ ആൾക്കാർ പറയും നാളെ കഴിയട്ടെ, അല്ലെങ്കിൽ മറ്റന്നാവട്ടെ, അല്ലെങ്കിൽ സുബി ആവട്ടെ എന്ന്. ഒരിക്കലുമില്ല കുട്ടികളെ. ഇന്ന് നന്നാകുന്നതിനേക്കാൾ പ്രയാസമാണ് നാളെ നന്നാകുന്നത് എന്ന് സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് നന്നാകുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരുപക്ഷെ നാളെ നന്നാകുന്നത് എന്ന ഹക്ക് നിങ്ങൾക്ക് ബോധ്യമാകണം. തിന്മകൾ, ആ തിന്മകളുടെ ഹലാവത്ത് ശൈത്താൻ അത് ഭംഗിയാക്കി തോന്നിപ്പിക്കും. അവർക്ക് അവിടെ ദുഷ്കൃത്യങ്ങൾ നാം അലങ്കൃതമാക്കി ഭംഗിയാക്കി തോന്നിപ്പിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു ശൈത്താനെ കുറിച്ച്. അതുകൊണ്ട് തിന്മകളുടെ രുചി ഓർക്കുമ്പോൾ, സിനിമയുടെ ആസ്വാദനം, സംഗീതത്തിന്റെ ആസ്വാദനം, ലഹരിയുടെ ആസ്വാദനം, അത് ഓർക്കുന്നിടത്ത് ചിലർ അത് ഇന്നുകൂടി ചെയ്തങ്ങ് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നു. ഇന്ന് കഴിയട്ടെ, ഇനിയിപ്പോ ഇന്നും കൂടിയാണ് സീരിയൽ കാണാൻ, നാളെ മുതൽ നന്നാകാം. വല്ലാഹുൽ മുസ്തആൻ. അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ചിലരങ്ങനെ എടുക്കാം, ഇപ്പത്തെ തൽക്കാലം ഈ ബിസിനസ്സിനും കൂടി നമുക്ക് പലിശ എടുക്കാം, ലോൺ എടുക്കാം, പിന്നെ നമുക്ക് ലോൺ എടുക്കേണ്ടെന്ന്. അതോടുകൂടി നിങ്ങൾ നശിച്ചു പറയുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് കഴിയട്ടെ, നാളെ മുതൽ നന്നാകാമെന്ന ചിന്ത ശൈത്താൻ ഇട്ട് കൊടുക്കുന്നതാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ തിന്മ ചെയ്ത് കഴിയുമ്പോഴാകട്ടെ അതൊരിക്കലും ചെയ്യേണ്ടിയിരുന്നില്ല എന്നവന് തോന്നും. വല്ലാഹി നമ്മൾ പലരും അങ്ങനെ തോന്നുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ദേഹേച്ഛക്ക് വഴങ്ങിയും ശൈത്താന്റെ പ്രേരണ മൂലവും തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞാൽ വിജയിച്ചു. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അപ്പോൾ ഏതൊരാൾ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ മഖാമിനെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ,
സ്വർഗം തന്നെയാണ് അവന്റെ സങ്കേതമെന്നാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗം അത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന സാലിഹ്യങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് എത്താനും അല്ലാഹുക്ക് തൃപ്തികരമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനും അവനത് സ്വീകരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.